ഹല്ലേലൂയ. ആമേൻ. നല്ല ഈ പകൽക്കാലം നമ്മൾ ഇന്ന് കണ്ടു അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം നമ്മൾ ഇന്ന് കണ്ടു. നമുക്ക് മുൻപ് ആമേൻ ഒരുപാട് പേര് നമുക്ക് മുമ്പേ ജനിച്ചവർ, പിൻപിൽ ജനിച്ചവർ എല്ലാവരും ഈ ലോകത്തിൽ ഇന്ന് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ആയുസ് കൊണ്ട്, ആരോഗ്യം കൊണ്ട്. എന്നാൽ ദൈവം നമ്മളെ നിർത്തിയത് ദൈവത്തിൻ്റെ കൃപയാലാണ്. കൃപയാൽ. ഹല്ലേലൂയ. കൃപയാൽ. നമ്മൾ കൃപയാലാണ് കൂടി വന്നത്. ഹല്ലേലൂയ. ഭക്തൻ പറയുന്നു, പാടുന്നവന് കൃപയാൽ, ദൈവ കൃപയാൽ നിന്നതും ആമേൻ ആമേൻ നമ്മൾ ഭക്ഷിച്ചതും പാനം ചെയ്തതും വന്നത് എല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ. ദൈവ കർത്താവ് നമ്മളെ കൃപയാൽ വഴി നടത്തി. ആമേൻ. ഈ വർഷത്തിൻ്റെ ആമേൻ 2025 ആണ്ടിൻ്റെ ആരംഭം കണ്ട ഞങ്ങൾക്ക് അതിൻ്റെ അവസാന മാസം വരെയും കാണുവാൻ ആമേൻ ഒന്നിനും മുട്ടില്ലാതെ, ആയുസ്സിന്, ആരോഗ്യത്തിന് ആമേൻ ഒന്നിനും മുട്ടില്ലാതെ ദൈവം നടത്തി. നമുക്ക് ഓരോരുത്തരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ക്ഷീണങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. പക്ഷേ ഓരോരുത്തരുടെ ജീവിതത്തിൽ ആമേൻ ഓരോരുത്തർക്ക് ദൈവം നിയോഗം പോലെയാണ് ദൈവം നടത്തുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരാൾ സന്തോഷിക്കും, ഒരാൾ അല്പം തളർന്നിരിക്കും, ഒരാൾ ആമേൻ പാട്ട് പാടും, ഒരാൾ ഒരല്പം ദുഃഖിക്കും. അതൊക്കെ ദൈവ നിയോഗമാണ്. അതെല്ലാം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് അതെല്ലാം നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നതാണ്. ഇത് കഴിയുമ്പോൾ ഒരു നന്മ വരും. ആമേൻ നമ്മൾ ദുഃഖം അനുഭവിക്കുന്നുവെങ്കിൽ, തിന്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിന്നയും പരിഹാസവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, വേദനകൾ അനുഭവിക്കും, അത് നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നതാണ് വചനം. ഇന്ന് പകൽക്കാലത്തിൽ ദൈവം കർത്താവ് നമ്മളെ കൊണ്ടുവന്നു, സമാധാനത്തോടെ കൊണ്ടുവന്നു. ആമേൻ. ദൈവസന്നിധിയിലുള്ള മുഴുവൻ മക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അതുപോലെ ഓരോരുത്തരെ ഓർത്ത് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ സ്വാഗതം പറയാണ്. അതേപോലെ എൻ്റെ സ്നേഹവന്ദനത്തെയും നിങ്ങളോട് അറിയിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളെ ഓർത്ത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്. ഒന്നിനാലും ദോഷം വരുവാൻ ആമേൻ ഇടവരരുതേ എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനം വായിക്കുമ്പോൾ പ്രകാരം കാണുമ്പോൾ നീതിമാൻ്റെ പ്രാർത്ഥന, ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന ഇപ്പോൾ സൗഖ്യമാക്കുന്നു, വിടിവിക്കുന്നു. ശ്രദ്ധയേറിയ പ്രാർത്ഥന. നമ്മുടെ നാടൊരു ശ്രദ്ധയേറിയ, നമ്മൾ ഒരുമിച്ച് പരസ്പരം ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവമക്കളാണ്, അതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഹല്ലേലൂയ. പകൽക്കാലത്തെ ഓർത്ത് പ്രത്യേക കർത്താവിനെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിപ്പാനിടയായത്? എന്തിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിപ്പാനിടയായത് കഴിഞ്ഞ ആഴ്ചയിൽ? നിങ്ങൾ ആരുടെ പക്ഷത്ത്, നിങ്ങളേത് പക്ഷത്തിലായിരുന്നുവെന്ന് നമ്മൾ ചിന്തിപ്പാനിടയിൽ ആരുടെ പക്ഷക്കാരനെന്ന്. ഒരുപാട് ഭൂമിയിൽ ഒരുപാട് പക്ഷക്കാരൊക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ പക്ഷത്തിന് ദൈവം വിജയം തന്നു അല്ലേ? നമ്മുടെ പക്ഷത്തിന് നമ്മുടെ ആരെ പക്ഷമായി പിടിച്ചിട്ടുണ്ട് അവർക്ക് വിജയം നൽകുന്ന അതിനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മൾ ഒന്നാമത് നമ്മുടെ കർത്താവിനെ നമ്മൾ മുറുകെ പിടിച്ചിട്ടുള്ളവരാണ്. കർത്താവിൻ്റെ പക്ഷക്കാരനാണ്. കർത്താവ് നമുക്ക് ജയം നൽകുന്നവനാണ്. അതേപോലെ ഭൂതലത്തിൽ നമ്മൾ പല പക്ഷങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ആമേൻ. നമ്മുടെ പക്ഷങ്ങളെ കർത്താവ് പക്ഷങ്ങൾക്ക് ജയം നൽകിയതിൻ്റെ ഓർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം. സമാധാനത്തോടെ ഒരു ഇലക്ഷൻ ഭൂതലത്തിലേക്ക് കടന്നുപോയി, നമ്മുടെ ദേശത്തിൻ്റെ നടുവിൽ കടന്നുപോയി. ഭൂതലത്തിലല്ല, നമ്മുടെ ദേശത്തിൻ്റെ നടുവിൽ കടന്നുപോയി. ആമേൻ. നമ്മുടെ ദേശത്തിന് സ്വസ്ഥത നൽകി, സമാധാനം നൽകി. ദേശത്തിലെ അധിപന്മാരുടെ തെരഞ്ഞെടുപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമാണ് അല്ലേ? എല്ലാവരും സന്തോഷത്തോടു കൂടെയാണ്, സമാധാനത്തോടു കൂടെയാണ്. ആമേൻ. തങ്ങളുടെ പക്ഷമൊക്കെ വിജയിച്ചതിനെയൊക്കെ ഓർത്തുകൊണ്ട് സന്തോഷത്തിൽ കൂടെയാണ് അല്ലേ? എത്ര പേർ സന്തോഷിക്കുന്നുണ്ട്? നമുക്ക് ഹല്ലേലൂയ. സന്തോഷത്തോടു കൂടിയാണ് കർത്താവ് പറഞ്ഞ് നിങ്ങളിപ്പോൾ സന്തോഷിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ ഇന്നത്തെ പകൽക്കാല ചിന്തയ്ക്കായിട്ട് ആമേൻ ഞാൻ ആഗ്രഹിക്കുന്നത് സ്നാനം എന്തിന് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. ഇന്നത്തെ പകൽക്കാലത്തിൽ ദൈവസഭയിൽ ദൈവക്കളുടെ മുൻപിൽ ആമേൻ ദൈവസഭയിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നത് സ്നാനം എന്തിന് എന്നുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ്.
ഹല്ലേലൂയ. സ്നാനം എന്തിനു വേണ്ടിയാകുന്നു സ്നാനം ഏൽക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്? കുളിക്കുക ഇല്ലേ? ആമേൻ. സ്നാനമെന്ന് പറയുന്നത്, ഹല്ലേലൂയ, സ്നാനപ്പെട്ട ദൈവമക്കളെ ഒന്ന് കരവർത്തിയാട്ടെ. ആമേൻ. സ്നാനപ്പെട്ടവരാണ്, ബാക്കിയുള്ളവരൊക്കെ സ്നാനം ഏൽക്കേണ്ടവരാണ്. എന്നാൽ ദൈവസഭ മുഴുവനും സ്നാനമേൽക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. ആമേൻ. സ്നാനം എന്ന് പറയുന്നത് ഒരു ദൈവ കൽപ്പനയാണ്. അത് നമ്മൾ നിവർത്തിച്ചിരിക്കണം. ആരായിരുന്നാലും ദൈവകൽപ്പന അനുസരിച്ചിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് മാറ്റമില്ല. ആമേൻ. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് മാറ്റാവില്ലാത്ത പോലെ രാജകൽപ്പനയ്ക്ക് മാറ്റമില്ല. രാജകൽപ്പന ബലമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ സ്നാനം എന്തെന്ന് പറഞ്ഞാൽ സ്നാനം എന്ന് പറഞ്ഞ് ആമേൻ കുളിക്കുക. സ്നാനം എന്ന് പറയുന്നത് ഒരു സംസ്കൃത പദമാണ്. സ്നാനം സംസ്കൃത പദമാണ്. സ്നാനം കുളിക്കുക, കഴുകുക, നിമജ്ജനം ചെയ്യുക. അങ്ങനെ ഒത്തിരി നമ്മൾ നമ്മുടെ കുളിക്കും നമ്മൾ ദേഹശുദ്ധി വരുത്തുക. കുളിക്കാൻ വേണ്ടി നമ്മൾ കുളിക്കാൻ പോകത്തെന്ന് പറയില്ലേ? സംസ്കൃതത്തിൽ സ്നാനം എന്നാണ് അവർ പറയുന്നത്. ജലസ്നാനം ചെയ്യുന്നു, സംസ്കൃത പദം. എന്നാൽ കർണാടക സ്റ്റേറ്റിൽ ഞാനുണ്ട്, കുറേ കാലം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുളിക്കുന്നതിന് പറയുന്ന സ്നാനത്തിന്, പുഴയിൽ സ്നാനത്തിന് ഞങ്ങൾ കുളിക്കാൻ പോകുന്നതിന് പറയുന്നത് സ്നാനമാടുന്നതിക്ക് ಹೋಗ್ತಾರೆ. കന്നഡ ഭാഷയിൽ പറയുന്നതാണ്. ഉളയ്ക്ക് ಹೋಗ್ತಾರೆ, സ്നാനമാടുന്നതിക്ക് ಹೋಗ್ತಾರೆ എന്ന് പറയും. കന്നഡ ഭാഷയാണ്. കുളിക്കാൻ പോകുന്നു, സ്നാനമാടുന്നതിക്ക് ಹೋಗ್ತಾರೆ എന്ന് പറയും. സ്നാനം കന്നഡ ഭാഷയിലും സ്നാനം എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പറയാൻ വേണ്ടി മാത്രം ആ കന്നഡ ഭാഷ ഇങ്ങോട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ. കുറേ കാലം ഞാനവിടെ 25 വർഷത്തിന് മുമ്പേ കർണാടക സ്റ്റേറ്റിൽ ഞാനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി കാര്യങ്ങളൊക്കെ എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. എങ്കിൽ അതൊന്നും പറഞ്ഞ് വിവരിക്കാനുള്ള സമയമില്ല. നമുക്ക് ഈ സ്നാനം എന്തിന് എന്നുള്ളത് ആമേൻ ലോകത്തിൽ ഭൂതലത്തിൽ ഒത്തിരി നമ്മളെല്ലാവരും കുളിച്ച് വന്നിട്ടുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ഉപദേശങ്ങളൊക്കെ ഉണ്ട്. ലോകത്തിൻ്റെ തലവിൽ ഒരുപാട് ഈ സ്നാനത്തെ സംബന്ധിച്ച് തർക്കസംഗതികളൊക്കെ ഉണ്ട്, തർക്ക വിഷയമുണ്ട്. പലരും പലതരത്തിലാണ് സ്നാനം ഇട്ടിരിക്കുന്നത്. ക്രിസ്തീയ മാർഗപ്രകാരമാണ് സ്നാനം ഏൽക്കണമെന്ന് ഉപദേശിക്കുന്നത്. എന്നാൽ പല തരത്തിലുള്ള സ്നാനത്തെക്കുറിച്ച് ദൈവവചനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആദിമ നൂറ്റാണ്ടിൽ ഹല്ലേലൂയ സ്തോത്രം, കൊടിക്കീഴിൽ സ്നാനം, മേഘത്തിൽ സ്നാനം, സ്നാനം, പിന്നെ യേശു. എന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ നടുവിൽ തളിയൽ സ്നാനം, മുങ്ങി സ്നാനം, ഇങ്ങനെ പലതരത്തിൽ സ്നാനമുണ്ട്. എന്നാൽ യേശു പറയുന്ന ഒരു സ്നാനമുണ്ട്. അതേത് സ്നാനമാണ്? യോഹന്നാൻ വന്ന് കഴിപ്പിച്ച സ്നാനമാണ് ജലസ്നാനം. എന്നാൽ യേശു പറഞ്ഞൊരു സ്നാനമുണ്ട്. അധിക നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് സ്നാനം ലഭിക്കും. അങ്ങനെ ഒത്തിരി സ്നാനം ഉണ്ട് എന്ന് പലതരത്തിലെ സ്നാനമുണ്ട്. നമ്മൾ സ്നാനം കഴിച്ചിട്ട് വന്നിട്ടുള്ള നമ്മൾ ലോകപ്രകാരം ജഡശുദ്ധി, പ്രത്യേകാല് ആത്മശുദ്ധിയാണ് ഈ സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ സ്നാനം. അല്ലാതെ നമ്മൾ ഡെയിലി കുളിച്ച് വൃത്തിയാക്കിയാണ് വരുന്നത്. ലോകപ്രകാരമുള്ള സ്നാനം ആണെങ്കിൽ ലോകപ്രകാരമുള്ള ദൈവികപ്രകാരമുള്ള സ്നാനത്തെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്തിനു വേണ്ടിയാണ് ഈ സ്നാനം? പ്രത്യേകിച്ചൊരു സ്നാനം. ലോകത്തിൽ ഒരുപാട് സ്നാനമുണ്ട്. ഞാനൊരിക്കലും ഒരു CSI ഒരു യുവതിയുടെ ഒരു തർക്കസംഗതി ഇങ്ങനെ കേൾക്കാനിടയിൽ തീർന്നു. ആ യുവതിയെ കുറിച്ച് പറഞ്ഞാൽ, യുവതി നന്നായിട്ട് അവർ കടന്നു പോകുന്ന ആ CSI സഭയ്ക്കകത്ത്
നല്ലൊരു ആക്റ്റീവാണ്, നല്ലൊരു ബുദ്ധിയുള്ള, എല്ലാറ്റിനും സാമർഥ്യമുള്ള ഒരു യുവതിയാണ്. പ്രൈസ് ദി ലോർഡ്. സാമർഥ്യമുള്ള യുവതിയാണ്. ആമേൻ. പ്രാർത്ഥനയ്ക്കായാലും മുൻപിൽ, പ്രസംഗത്തിനാണെങ്കിലും മുൻപിൽ, പാടാനാണെങ്കിലും മുൻപിൽ, ഡാൻസിനാണെങ്കിലും മുൻപിൽ, എല്ലാറ്റിനും മുൻപിൽ, എല്ലാറ്റിനും ഒന്നാം സ്ഥാനം. ആ യുവതി ഒരിക്കലിങ്ങനെ നമ്മളോട് ഇങ്ങനെ പറയുവാനിടയിൽ തീർന്നു. യുവതി പറഞ്ഞത്, നമ്മളിങ്ങനെ മുങ്ങി സ്നാനം ഏൽക്കണം നിങ്ങൾ എന്ന് പറഞ്ഞു വന്നപ്പോൾ ആ യുവതി പറഞ്ഞ കാര്യമാണ്, അത് എനിക്കെല്ലാം അറിയാം, അത് നമ്മുടെ കർത്താവ് വന്ന് എന്നോട് നേരിട്ട് പറഞ്ഞാൽ ഞാൻ അത് സ്വീകരിക്കാം. നേരിട്ട് വന്ന് നേരിട്ട് വന്ന് നമ്മളടുത്ത് കുറച്ച് പേര് പറയൂല്ലേ? ആമേൻ. ഇത് നേരിട്ട് നമ്മളോട് സംസാരിക്കുക, ദൈവവചനം നമ്മളോട് സംസാരിക്കുകയാണ്. കർത്താവ് തൻ്റെ ഭക്തന്മാരിലൂടെ പകർന്നിങ്ങോട്ട് വച്ചിരിക്കുകയാണ്. നമ്മളത് വായിച്ച് പഠിച്ചോളണം. അല്ലെങ്കിൽ പറയുന്നവർ കേട്ട്, ഇത് വായിച്ച് പഠിച്ചവരെ കേട്ട് അനുസരിച്ചോളണം. യേശു ഇങ്ങ് വന്ന് നമ്മുടെ മുമ്പിൽ വന്ന് ജഡപ്രകാരം വന്നു നിന്ന് പറയുകയൊന്നുമില്ല. അങ്ങനെ ലോകപ്രകാരം ഒരുപാട് പേര് ആഗ്രഹിച്ചു. ആമേൻ. ദൈവം നമ്മുടെ മുമ്പിൽ വരുമെന്ന് ഒരുപാട് പേര് കണ്ടില്ല, എന്നാൽ കുറേ പേരെ കണ്ടു. ശിഷ്യന്മാരുടെ കാലഘട്ടത്തിൽ യേശുവിനെ പലരും കണ്ടു. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ യേശു കൽപ്പിച്ച, യേശുവിന് വഴിയൊരുക്കി കൊണ്ടുവന്ന യോഹന്നാൻ സ്നാപകനാണ് ആമേൻ സ്നാനത്തിന് ഒരു മുൻവിധി പ്രഖ്യാപിച്ചത്. ഹല്ലേലൂയ. പിന്നെ ആമേൻ യേശുവിനോട് ചേരുവാൻ സ്നാനം എന്തിനാണ്? യേശുവിനോട് ചേരുവാൻ, അല്ലേ? ദൈവത്തോട് ചേരുവാൻ. ഈ പാപഭംഗിലമാകുന്ന ലോകത്തിൽ നിന്ന് ലോകത്തെ വർജിച്ച് കർത്താവിനോട് ചേരുവാൻ വേണ്ടിയാകുന്നു നമ്മൾ ജനസ്നാനം ഏൽക്കുന്നത്. അല്ല വെറുതെ കാണാൻ വേണ്ടിയല്ല, ചടങ്ങിന് വേണ്ടിയൊന്നുമല്ല. നമ്മൾ ദൈവമക്കൾ സ്നാനമേറ്റവരാണ്. ഹല്ലേലൂയ. ആമേൻ. എന്തിരുന്ന് ഈ സ്നാനം എന്തിരുന്ന് ചോദിച്ചാൽ, ആമേൻ, പാപങ്ങളുടെ മോചനത്തിനായിട്ടാണ് നമ്മൾ സ്നാനം ഏൽക്കുന്നത്. ഹല്ലേലൂയ. പാപങ്ങളുടെ മോചനത്തിനായിട്ട്, അല്ലാതെ ലോകപ്രകാരമുള്ള സ്നാനമെല്ലാം ജഡശുദ്ധീകരണം, ഈ പുറമേയുള്ള ഈ ഭൗമ ശരീരത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ കുളിക്കുന്നു, വസ്ത്രമലക്കുന്നു, അത് ജഡപ്രകാരമുള്ളതാണ്. പക്ഷേ ഈ സ്നാനം എന്ന് പറയുന്നത് ആത്മപ്രകാരമുള്ളതാകുന്നു. ഈ സ്നാനം ആത്മപ്രകാരമാകുന്നു നമ്മൾ പാപികളായി തീർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആത്മീകമായി ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ അവൻ പറഞ്ഞ് കൽപ്പിച്ച കൽപ്പനകളെ ലംഘിച്ച നിമിത്തം ആ കാലം മുതൽ നമ്മളൊക്കെയും പാപികളായി തീർന്നു. ഹല്ലേലൂയ. ദാവീദ് തന്നെ ഒരിക്കലും ഇങ്ങനെ പറയുന്നിടയിൽ തീർന്നു, ഇതാ ആമേൻ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. ദാവീദ് പറഞ്ഞാണ്, ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവ് പറഞ്ഞ കാര്യമാണ് ദൈവത്തോട് പറഞ്ഞത്. ദാവീദ് തന്നെ ഏറ്റുപറയുകയാണ്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തരംഗത്തിലെ സത്യമല്ലോ നീ ഗ്രഹിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന്. ഇങ്ങനെ വചനം പറയുകയാണ്. ആമേൻ. നമ്മുടെ ജന്മം കൊണ്ടേ പാപികളാണ് നമ്മൾ ഓരോരുത്തരും. ആദാമ്യം എങ്ങനെയുള്ള പാപം എന്ന് ചോദിച്ചാൽ ആദാമ്യ പാപമാണ് കേട്ടോ. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ മെസ്സേജുകളും നമ്മുടെ ദൈവിക ആലോചനകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു RCയിലുള്ള ഒരു ദൈവാസം ഇങ്ങനെ വിമർശിപ്പാനിടയിൽ തീർന്നു. വിമർശിച്ച് എഴുതി കമൻ്റ് ഇട്ടത് എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യാനികൾ ജന്മം കൊണ്ടേ പാപികൾ. ആമേൻ. ആ മനുഷ്യൻ ഒരു കമൻ്റ് ഇട്ടിട്ട് ചോദിച്ചത്, ഒരു ശിശുവിനെ എടുത്ത് മുൻപിൽ കാണിച്ചിട്ട്, ഈ ശിശു എപ്രകാരമാണ് പാപം ചെയ്തതെന്ന് ചോദിച്ചു. ഈ ശിശു എപ്രകാരമാണ് പാപം ചെയ്തത്? ശിശുക്കൾ എല്ലാവരും പാപം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ശിശുക്കൾ പാപികളല്ല കേട്ടോ. പാപബോധം വന്നിട്ട് തെറ്റ് ചെയ്യുന്ന അതാണ് പാപം. പാപം ബോധം വരാതെ ശിശുക്കളായിരിക്കുന്ന സമയത്ത് നമ്മൾ പാപമില്ല. എങ്കിലും ദാവീദ് ഭക്തൻ പറയുന്നു, ഇതാ എൻ്റെ അമ്മ പാപത്തിൽ, എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ആമേൻ. പാപത്തിൽ ഞാൻ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ ഗർഭം ധരിച്ചു. അന്തരംഗത്തിൽ സത്യമല്ലോ നീച്ചിക്കുന്ന അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമെന്ന് പറഞ്ഞു. അന്നമേൻ നമ്മുടെ ജന്മം കൊണ്ടേ പാപികളാണ്. അതിന് ആമേൻ നമ്മൾ എപ്രകാരം ശിശുവായിരുന്നാലും മുതിർന്നവരായിരുന്നാലും പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിനാകുന്നു ഈ സ്നാനമേൽക്കേണ്ടത്. സ്നാനം എങ്ങനെയെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. യേശുവിനോട് ചേരുവാൻ. ഹല്ലേലൂയ. ആമേൻ.
ഒന്നാമത് പാപമോചനത്തിനായി സ്നാനം, പിന്നീട് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം, പിന്നെയും ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനായി സ്നാനം, സഭയോട് ചേരുവാൻ സ്നാനം. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും പറയാനുള്ള സമയമല്ല. എങ്കിൽ തന്നെയും ചിലതൊക്കെ ഓർപ്പിച്ച് നമുക്ക് ഈ ദൈവരാജ്യം നമ്മുടെ മുൻപിലുണ്ടല്ലോ, നമുക്ക് പഠിച്ച് വളർന്ന് ദൈവത്തിൻ്റെ തോള് വരെ നമുക്ക് തലവരെ വളർന്ന് തലയ്ക്ക് മുകളിൽ കയറാൻ പാടില്ല. നമുക്ക് ഇതെല്ലാം പഠിച്ചു വളർന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തോടു കൂടെ പങ്കാളിത്ത ലഭിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ നമുക്ക് അനുവാദവും അവകാശവും എല്ലാം കർത്താവ് നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന് മേളിലല്ല, ക്രിസ്തുവിൻ്റെ തലയോളം, അതിനപ്പുറത്ത് ഗുരുവിൻ്റെ തലയോളം വളരുവാൻ വേണ്ടിയാകുന്നു കർത്താവ് നമുക്ക്. എന്നാൽ സ്വർഗത്തിൽ ഒരു ദൂതൻ ഉണ്ടായിരുന്നു കേട്ടോ. ദൈവത്തിന് തലയ്ക്ക് മുകളിൽ കയറുമെന്ന് പറഞ്ഞ് അവനെ വെട്ടി താഴെ ഇട്ടു. അതവനാണെന്ന്, ആ ദൂതനാണെന്ന് സാത്താനായിട്ട് പുറത്ത് കിടക്കണത്. ഹല്ലേലൂയ. തലയ്ക്ക് മുകളിൽ കയറുമെന്ന് പറഞ്ഞു. നമ്മൾ തലയ്ക്ക് മുകളിൽ കയറി ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ വേണ്ടി കർത്താവ് നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ്. അവൻ്റെ തലയ്ക്ക് കീഴിൽ പ്രൈസ് ദി ലോർഡ് എല്ലാ തലത്തിലും വളരുവാൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ നമ്മളിപ്പോഴും ഇന്ന് വായിച്ച സങ്കീർത്തനത്തിലൂടെ വായിക്കുമ്പോൾ ദാവീദ് ഭക്തൻ പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, പാപങ്ങളുടെ മോചനത്തിനായിട്ടാണ് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള വന്നുപോയിട്ടുള്ള പാപത്തിൻ്റെ മോചനത്തിനായിട്ടാകുന്നു സ്നാനമേൽക്കേണ്ടത്. ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ട് ഇനി ഞാൻ പാപം ചെയ്തിട്ടില്ല, എന്നെ ശുദ്ധീകരിച്ച് വീണ്ടും നിർമ്മല കന്യയാക്കി അങ്ങ് ഞങ്ങളെ വിടുവിച്ച് രക്ഷിച്ച് വീണ്ടും നല്ല പൈതലായിട്ട് ആയുസ്സോടെ ആരോഗ്യത്തോടെ നന്മകൾ അനുഭവിച്ച് ദീർഘനാൾ വസിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ടാണ് നമ്മൾ ഈ സ്നാനമേൽക്കുന്നത്. ഹല്ലേലൂയ. അതൊക്കെ തിരിച്ചറിയുന്ന ഒരു ഭക്തനാണ് ഇപ്രകാരം പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം, നമ്മുടെ ജീവിതത്തിൽ ലംഘനമുണ്ട്, അത് ക്ഷമിച്ച് കിട്ടണം. പാപമുണ്ട്, പാപം മറച്ചു കിട്ടണം, അത് ഭാഗ്യവാനെന്ന് പറയുകയാണ്. പിന്നെ പറയുന്നത്, യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആത്മാവിൽ കപടമില്ലാതിരിക്കണം. ഹല്ലേലൂയ. ആ യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുകയാണ്. നമ്മൾ കപടമില്ലാത്തവർ നിഷ്കളങ്കരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിഷ്കളങ്കന്മാർക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിക്കുവാൻ സാധിക്കത്തുള്ളൂ. ദാവീദ് നിഷ്കളങ്കനായി ദൈവത്തോടു കൂടെ നടന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ദൈവത്തെ പ്രസാദിക്കുവാൻ അവന് സാധിച്ചു. ദൈവം അവനോട് കൂടെ ഇരുന്നു, അവൻ്റെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുത്തു. എല്ലാ കാര്യങ്ങളും യുദ്ധത്തിന് പോയാൽ യുദ്ധം ചെയ്ത് അവൻ 1-ാം സ്ഥാനം, അവൻ ജയിച്ചു വരും. ഇനി ദാവീദിന്റെ മുമ്പിൽ ഏത് വൈരി കയറി നിന്നാലും, എത്ര വലിയ മല്ലന്മാർ കയറി നിന്ന, അലമാലിയക്കന്മാരോ ഫെലിസ്തീന്മാരോ അഗ്രിചർമ്മ, ഇനി ആര് എത്ര വലിയ പടക്കൂട്ടം കയറി വന്നു നിന്നാലും ദാവീദിന് ജയിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തോടു കൂടെ നടന്ന മനുഷ്യനായിരുന്നു. ദൈവത്തിന്റെ മുമ്പിൽ പാപങ്ങളെ ഏറ്റുപറയുന്ന ഒരു മനുഷ്യനായിരുന്നു അവൻ. അവൻ്റെ ജീവിതത്തിൽ, ദാവീദിന്റെ ജീവിതത്തിൽ നല്ലൊരു ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാകുന്നു ദാവീദ്. ദാവീദിന് ഏറ്റവും ഇഷ്ടമുള്ളതായ ദൈവത്തെ ആയിരുന്നു. മറ്റെല്ലാറ്റിനുപരി കൂട്ടുകാരിൽ, നാട്ടുകാരിൽ, സ്നേഹിതന്മാരിലും സഹോദരന്മാരിലും എല്ലാം ഉപരി ദൈവത്തിനായിരുന്നു അവൻ്റെ താല്പര്യം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ, ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു കുറ്റം അവൻ്റെ മേലിൽ കടന്നു വന്നു കേട്ടോ. ആ കുറ്റനിമിത്തം അവൻ ഒരുപാട് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ദൈവത്തോട് ഏറ്റുപറയൂന്ന് പറഞ്ഞ്. ആ പാവം ഏതായിരുന്നു? ഊരിയാവിൻ്റെ ഭാര്യയെ അപഹരിച്ചു എന്നുള്ളൊരു പാപ കുറ്റം. മാത്രമല്ല, ഊരിയാവിനെ കൊന്നു വാൾ കൊണ്ട് കൊല്ലുവാൻ വേണ്ടി അവൻ മനസ്സ് വച്ചു. ആ കുറ്റമാണ്. ആ കുറ്റം അല്ലാതെ മറ്റൊരു കുറ്റം ദൈവം അവനിൽ കണ്ടില്ല കേട്ടോ. അതുകൊണ്ട് ആ കുറ്റം ചെയ്തുകൊണ്ട് പ്രവാചകനെ അയച്ച് അവനെ ശിക്ഷിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ആ ശിക്ഷയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു സമയമല്ല, സ്നാനത്തെക്കുറിച്ച് നമ്മൾ മുമ്പോട്ട് പോകണം. എന്നാൽ ദാവീദ് ഭക്തൻ ആ കുറ്റത്തെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു കേട്ടോ. ഞാൻ എൻ്റെ കുറ്റത്തെ എൻ്റെ ദൈവത്തോട് ഞാൻ ഏറ്റു പറയും.
എന്ന് ഞാൻ പറയും. ദാവീദ് പറഞ്ഞു. ആമേൻ. അങ്ങനെ തൻ്റെ കുറ്റത്തെ ദൈവസന്നിധിയിൽ ദൈവത്തോട് പറയാതെ അവൻ വളരെ ഞരങ്ങിക്കൊണ്ട്, വളരെ ഭാരപ്പെട്ടുകൊണ്ട്, വളരെ ക്ഷീണിച്ച് അവൻ നടക്കുകയായിരുന്നു. അത് നിമിത്തം തൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി എന്നാണ് അവൻ പറയുന്നത്. പാപം പറയാതെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, സ്നാനമേൽക്കാതെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അസ്ഥികളെ വരെ ക്ഷയിപ്പിച്ച് കളയും ദൈവം. അങ്ങനെ ക്ഷയിച്ചു പോകും. നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ടത് തകർന്നു പോകും. ആയതുകൊണ്ട് സ്നാനമേൽക്കണം. നമ്മുടെ അസ്ഥികൾക്ക് ദ്രവത്വമാണ്. ആമേൻ, ആമേൻ. നമ്മൾ സ്നാനമിട്ട് ദൈവഗീതങ്ങളായിട്ട് പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞിട്ട് ദൈവസന്നിധി നമ്മൾ ദൈവത്തോടു കൂടെ നടക്കുകയാണെങ്കിൽ അവൻ നമ്മളെല്ലാം സൂക്ഷിക്കും. നീതിമാന്റെ അസ്ഥി ഒടിയത്തില്ലെന്നാണ്. അമേൻ, അമേൻ, അമേൻ. നീതിമാനല്ലാത്തവരുടെ അസ്ഥികൾ ഒടിയും. ആരെങ്കിലും അസ്ഥികൾ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നീതിയുടെ മാർഗത്തിലല്ല. നമ്മളെയൊക്കെ ഇന്നുവരെ നിർത്തിയിരിക്കുന്നത് എത്രയോ അനർത്ഥങ്ങൾ. ആമേൻ, സ്വോത്രം. ആമേൻ. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പേ എൻ്റെ സ്കൂട്ടർ അല്പം കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്രാക്കിന് അല്പം കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ആമേൻ. ചെറിയ സ്റ്റാർട്ടിങ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെ അതിപത്തെ ദിയാനുഗ്ര ജംഗ്ഷനിൽ വെച്ച് ഞാനൊരു വണ്ടിയുടെ അടിയിലോട്ട് ചെന്ന് വീഴുന്നു കേട്ടോ. ഞാൻ വണ്ടിയുടെ അടിയിലോട്ട് ചെന്ന് വീഴും. നിങ്ങൾ ആരും കേൾക്കുന്നുണ്ടോ? പക്ഷേ കൈകാലുകൾ ഒടിഞ്ഞെന്ന് വിചാരിച്ച് വണ്ടിയുടെ നീന്തണം തെറ്റിയിട്ട്, പക്ഷേ അനർത്ഥത്തിൽ നിന്ന് വിട്ടുവെച്ചോട്ട കർത്താവ്. എൻ്റെ കൈ ഒടിഞ്ഞ് കയറിപ്പോയെന്ന് വിചാരിച്ച്. ആമേൻ. എന്നാൽ അതിൻ്റെ പരിസരത്ത് പോയി ടച്ച് ചെയ്ത് ഇങ്ങോട്ട് മാറി വീഴുന്നു. നീതിമാന്റെ അസ്ഥികളെ ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നീതിമാനാണ്. ഹല്ലേലൂയ. അവൻ നീതിയുള്ളവരെ നീതിപാതകളെ നടത്തും. നീതിമാന്റെ അസംഖ്യമാവുന്നു. എന്നാൽ അവയിൽ എല്ലാറ്റിലും വിട്ടുവയ്ക്കും. അസ്ഥി ഒടിയുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. അവൻ നമ്മുടെ കർത്താവ് നീതിമാനാണ്. നീതിമാൻ ആകുന്ന കർത്താവ് നമുക്ക് എല്ലാവർക്കും വേണ്ടി കാൽവരിയിൽ കുരിശിൽ മരിച്ചു. എന്നാൽ തൻ്റെ കുരിശിൽ മരിക്കുമ്പോൾ ആമേൻ തൻ്റെ 2 വശത്തും 2 ഭാഗത്ത് 2 കള്ളന്മാരെ ക്രൂശിച്ചു. യേശുവിനോട് കൂടെ ചേർന്ന് ക്രൂശിച്ചു. എന്നാൽ ആമേൻ, ആമേൻ. മനുഷ്യനെ അന്ന് കൊല്ലുന്നത് കാലുകളേക്ക് ഒടിക്കും, കൈകാലേക്ക് ഒടിച്ചാണ് കൊല്ലുന്നത്. എന്നാൽ യേശുവിൻ്റെ 2 പക്ഷത്ത് കുരിശിച്ചിരുന്നവരെ എല്ലാം ഒടിച്ചു. യേശുവിനെ ഒടിക്കാൻ ചെന്നപ്പോൾ യേശു മരിച്ചിരുന്നു. യേശു തൻ്റെ ആത്മാവിനെ വിട്ടിരുന്നു. അതുകൊണ്ട് യേശുവിനെ ഒടിച്ചില്ല കേട്ടോ. യേശുവിൻ്റെ അസ്ഥി ഒടിച്ചില്ല. 2 കള്ളന്മാരുടെ അസ്ഥി ഒടിച്ചു. അതുകൊണ്ട് ആമേൻ, അസ്ഥികൾക്ക് നമ്മൾ പാപം ഏറ്റുപറയാതിരിക്കുന്ന കാലഘട്ടം ആമേൻ നമ്മുടെ അസ്ഥികൾക്ക് ദ്രവത്വമാണ്. പിന്നെ രോഗങ്ങൾ, ഭാരങ്ങൾ ഒക്കെ ഒത്തിരി കയറി വന്നിട്ട് വിടുതലില്ലാതിരിക്കും. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ നമ്മൾ കണ്ടെത്താവുന്ന കാലത്ത് ദൈവത്തിന് നമ്മുടെ ജീവനുള്ള കാലത്തിൽ നമ്മൾ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് കരുണയ്ക്കായി അപേക്ഷിക്കണം. അപ്പോൾ നമുക്ക് കരുണ ലഭിക്കാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദ് ഭക്തൻ പറഞ്ഞു 32 ആമേൻ ഹല്ലേലൂയ 32:5 മുതൽ വായിക്കുമ്പോൾ ദാവീദ് ഭക്തൻ പറയുന്നത്, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ ഞാൻ യഹോവയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. കർത്താവ് ക്ഷമിച്ചു തരുന്നവനാണ്. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. അങ്ങനെ നമ്മൾ ഏറ്റുപറയുന്നവർക്ക് നമുക്ക് കരുണ ലഭിക്കും, പ്രാർത്ഥിക്കുന്നവർക്ക് കരുണ ലഭിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ആമേൻ ഹല്ലേലൂയ ഏറ്റുപറയുന്നവർക്ക് പാപമോചനം ലഭിക്കും. ആമേൻ. പിന്നെ പറയുന്നത്, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അവ അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. പെരുവെള്ളം, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, ഭാരങ്ങൾ ഒക്കെ കയറി വരും. എന്നാൽ അവൻ്റെ അടുക്കലോളം എത്തത്തില്ല. നീ എനിക്ക് മറവിടമാകുന്നുവല്ലോ, അവൻ സകല കഷ്ടത്തിൽ നിന്നും സൂക്ഷിക്കും എന്നുള്ളതാകുന്നു ആ വർജനത്തിലൂടെ ഇങ്ങനെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, അങ്ങനെ ദാവീദ് ഭക്തനെ നോക്കിയാൽ, ദാവീദ് ഭക്തൻ ആമേൻ തൻ്റെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അന്ന് ജലസ്നാനത്താലല്ല അവൻ പാപമോചനം പ്രാപിച്ചത്. പാപത്തിൻ്റെ കുറ്റം ആമേൻ അവൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ ആമേൻ ദൈവം അവൻ്റെ കുറ്റത്തിന് പാപമോചനം കൊടുത്തു. ആമേൻ ക്ഷമിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അതിൻ്റെ അങ്ങോട്ടുള്ള ഭാഗ്യങ്ങളെ നമുക്ക് ചിന്തിക്കുവാനുള്ള സമയമില്ല. എങ്ങനെയാണ്, ആരിലൂടെയൊക്കെയാണ് അവൻ ദൈവാത്മാവ് അവനോട് സംസാരിച്ചതെന്ന് ചിന്തിക്കാനുള്ള സമയമല്ല. എങ്കിലും നമ്മൾ ആമേൻ ഹല്ലേലൂയ മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, മത്തായി സുവിശേഷം 3:5 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ആമേൻ ആമേൻ പാപമോചനത്തിനായിട്ട് ആമേൻ യേശുക്രിസ്തുവിൻ്റെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ
നമ്മുടെ യേശുക്രിസ്തു എന്തിനാണ് ലോകത്തിൽ അവതരിച്ചത്? പാപികളെ രക്ഷിപ്പാൻ വേണ്ടി, ഇല്ലേ? പാപികളെ രക്ഷിപ്പാൻ വേണ്ടിയാണ് ഈ ലോകത്തിൽ അവതരിച്ചത്. ആ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തില് അവൻ അവതരിച്ചപ്പോൾ തന്നെ അവന് നമ്മുടെ കർത്താവ് യേശുവിന് വഴിതെളിക്കുവാൻ വഴിതെളിക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകനാകുന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. മരുഭൂമിയില് യോർദാങ്കൽ വന്ന് മാനസാന്തര സ്നാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ആമേൻ, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 3:5 വായിച്ചാലും, മത്തായി സുവിശേഷം 3:5. അന്ന് യെരുശലേമിലും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. മതി, സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞ് ദാവീദ് ഭക്തൻ തന്റെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് അവന് കരുണ ലഭിച്ചു, പാപമോചനം ലഭിച്ചു. രണ്ടാമത് ഞാനിവിടെ പറയുകയാണ്, ആമേൻ, യേശുക്രിസ്തുവിന് വഴിയെ ഒരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകൻ, ഹല്ലേലൂയ, ആമേൻ, യോർദാന്റെ കരയിൽ വന്നിട്ട് അവിടെ നിന്ന് ആമേൻ മാനസാന്തരവും ആമേൻ പാപമോചനത്തിനുമായിട്ടുള്ള സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ മനുഷ്യന്റെ പാപമോചനത്തിനായുള്ള സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ യെരുശലേമിലും യഹൂദ്യ ദേശക്കാർ യോർദാന്റെ കരകളിലുമുള്ള എല്ലാ കരയിലുമുള്ള എല്ലാവരും പുറപ്പെട്ടു വന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ് പാപമോചനം പ്രാപിപ്പാനിടയായി തീർന്നു. യോഹന്നാൻ പാപമോചനത്തിനായിട്ടുള്ള ആമേൻ, ഹല്ലേലൂയ, സ്നാനം കേൾക്കുവാനിടയായി തീർന്നു എന്ന് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മളൊക്കെ സ്നാനം ഏറ്റവരാണ്. അറിഞ്ഞും അറിയാതെയും ഒത്തിരി വചനങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ സ്നാനം ഏറ്റവരാണ്. സഭയോട് ചേരുവാൻ വേണ്ടി ആമേൻ പലതരത്തിൽ ദൈവവചനം കേട്ട് സ്നാനമേറ്റവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അങ്ങനെ പാപമോചനത്തിനായിട്ട് സ്നാനമേൽക്കുവാനിടയെ തീർന്നു. പ്രൈസ് ദി ലോർഡ് എന്ന് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഈ പാപമോചനം എങ്ങനെയാണ് വരുന്നത്? ആരിൽ നിന്നാണ് വരുന്നത് പാപമോചനം? പ്രൈസ് ദി ലോർഡ്. പാപമോചകൻ ആരാണ്? പാപമോചകൻ ക്രിസ്തു ആകുന്നു. ക്രിസ്തുവിലൂടെയാണ് പാപമോചനം വരുന്നത്. യേശുവിലൂടെയാണ് പാപമോചനം വരുന്നത്. ദൈവത്തിലൂടെയാണ് പാപമോചനം വരുന്നത്. ഭൂമിയിൽ നേർച്ച കാഴ്ചകളാലോ വഴിപാടുകളാലോ അല്ലെങ്കിൽ യാഗത്താലോ പഴയ നിയമപ്രകാരം യാഗങ്ങളുണ്ട്. പാപമോചനത്തിനായിട്ടുള്ള യാഗങ്ങളുണ്ട് പഴയ നിയമപ്രകാരം. യാഗങ്ങളൊക്കെ വീണുപോയി. ആമേൻ, ആമേൻ. പഴയ കാലത്തില് ആമേൻ യേശുവിന് മുൻപിൽ പാപമോചനത്തിനായി ആരെങ്കിലും പാപം ചെയ്ത മനുഷ്യൻ ആമേൻ ഓരോ ആഴ്ചവട്ടം കൂടുമ്പോൾ ഞാൻ ഇന്ന പാപം ചെയ്തു, അതുകൊണ്ട് അന്ന് യാഗങ്ങളായിരുന്നു. മൃഗബലി, പക്ഷി പർവ്വജാതി ബലിയർപ്പിച്ച് യാഗം കഴിക്കും. എല്ലാ ദിവസവും പാപം ചെയ്തിട്ട് എല്ലാവരും ഇതുപോലെ മൃഗങ്ങളെ കൊണ്ടുവച്ചുകൊണ്ട് നിൽക്കും. അതിന് പുരോഹിതൻ അറുത്ത് യാഗപീഠത്തിന്മേലൊക്കെ തളിക്കുമ്പോൾ പാപത്തിന് പരിഹാരം വരും. ഇങ്ങനെ അത് ആ യാഗങ്ങൾ കഴിച്ച് രക്തം യാഗപീഠത്തിന്മേൽ മൃഗങ്ങളെ അറുത്ത് ബലി കഴിപ്പിച്ച കർത്താവ് മടുത്ത് കേട്ടോ. പിന്നെ കർത്താവ് ചോദിച്ചു, നിങ്ങളോട് ഇതൊക്കെ ചെയ്യാൻ ആര് പറഞ്ഞെന്ന് ചോദിച്ചു. ഇങ്ങനെ ആടുമാടുകൾ അറുത്ത രക്തം കൊണ്ട് ഞാൻ മടുത്തിരിക്കുന്നു കണ്ട്. പിന്നത്തേതിലാണ് കർത്താവ് പിതാവായ ദൈവം തന്റെ പുത്രനെ യാഗമാക്കുവാൻ വേണ്ടി ഇവിടെ അയച്ചത്. അതെല്ലാത്തിനും കൂടെ ഒരുമിച്ച് ഇങ്ങനെയുള്ള ആടുമാടുകൾ രക്തം എനിക്ക് വേണ്ട, കാട്ടിലെ മൃഗങ്ങൾ മൊത്തം എൻ്റെത്, എനിക്ക് വിശന്ന പക്ഷികൾ എൻ്റെത്, മൃഗങ്ങൾ എല്ലാ സകലതും എൻ്റെത്, എനിക്ക് വിശന്ന നിന്റെ അടുത്ത് നീ ചോദിക്കത്തില്ല. ആര് എന്നെ ഇവിടെ അശുദ്ധമാക്കാൻ കൊണ്ടുവരാൻ പറഞ്ഞെന്ന് ചോദിച്ചു.
അതുകൊണ്ട് അവന് ക്യാൻസർ കട്ട് ചെയ്തതിന് യേശു ആമേൻ എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരാർത്ഥമാണ് പിതാവാകുന്ന ദൈവം പുത്രനെ ഭൂതലത്തിലേക്ക് അയപ്പാനിടയിൽ തീർന്നത്. അവൻ വന്നു ഈ ലോകത്തിൽ സകലർക്കും പാപമോചനം കൊടുത്തു, നൽകി. ആമേൻ എല്ലാ വിടുതലുകളും നന്മകളും ഒക്കെ പകർന്നു. അവൻ ഒരിക്കലായിട്ട് അവൻ യാഗമായി എല്ലാവർക്കും വേണ്ടി യാഗമായി തീർന്നു. അവന്റെ നാമത്തിൽ നമ്മൾ സ്നാനമേറ്റവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. മറ്റൊരുവൻ, അതുകൊണ്ടാണ് പറയുന്നത്, ദൈവവചനം പറയുന്നത്, മറ്റൊരുവനിൽ രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മറ്റൊരു നാമവുമില്ല. ഹല്ലേലൂയ. ആ സൃഷ്ടാവായ യേശുവിന്റെ നാമത്തിലാണ് നമുക്ക് പാപമോചനവും വിടുതലും നിത്യരക്ഷയെല്ലാം ഉള്ളത്. ഹല്ലേലൂയ. ആ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന മക്കളെ ഓർത്ത്, ആ സ്നാന ശുശ്രൂഷ കടന്നു വന്ന മക്കളെ ഓർത്തൊക്കെ ദൈവത്തെ ഒന്ന് സ്തുതിക്കുകയാണ്. ഞാനും സ്നാനമേറ്റ ഒരു വ്യക്തിയാണ്. ജലസ്നാനമേറ്റ ഈ നെയ്യാറിലാണ് ഞാനും സ്നാനമേറ്റത്. നിങ്ങൾ ഏത് നദികളിലൊക്കെ സ്നാനമേറ്റ് നിറത്തില്ലെങ്കിൽ തന്നെയും സ്നാനമേറ്റ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ ആമേൻ ഇപ്പോൾ യേശുവിന് മാത്രമേ പാപം മോചിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് ചിലരൊക്കെ ചോദിച്ചേക്കാം. പ്രൈസ് ദി ലോർഡ്. യേശു ആത്മാവിൽ ജനിച്ചവർക്ക് ആമേൻ സ്നാനം കൊടുക്കുവാനുള്ള, ആമേൻ, ആത്മാവിൽ ജനിക്കണം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ ആർക്കും ദൈവരാജ്യം കാണുവാൻ സാധ്യമല്ല. അങ്ങനെ വെള്ളത്താലും ആത്മാവിൽ ജനിച്ചവർക്ക് മാത്രം ഉള്ളതാണ് ഈ സ്നാനം. അങ്ങനെ ജനിക്കുവാൻ തയ്യാറാകുന്നവർക്ക്, തയ്യാറായവർക്ക്. ഹല്ലേലൂയ. എന്നാൽ യേശു ആമേൻ പാപമോചകൻ എന്ന് പറയുന്നു. യേശു നമ്മുടെ എല്ലാവരും പാപം മോചിപ്പിച്ചു. ഇനി എല്ലാവരുടെയും പാപം മോചിപ്പിക്കും. അവൻ മോചിപ്പിച്ചു എന്നൊക്കെ ഇരിക്കുന്നു എന്ന് വചനം എഴുതപ്പെട്ടിരിക്കുകയാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21 വായിച്ചാലും മകളെ, യേശുവിൻ്റെ വാക്കിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ പാപത്തിന് പരിഹാരം വരുത്തുന്നവൻ, പാപമോചകൻ. അവൾ യേശുവിന്റെ അമ്മയെ കുറിച്ച് പറയണ, അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേരിടണം. മതി. ആമേൻ. ദൂതൻ വന്ന് ആമേൻ അല്ലെങ്കിൽ മറിയോട് പറയണ സദുർദ്ധമാനം പറയുകയാണ്. അവൾ യേശുവിന്റെ അമ്മ, ലോകപ്രകാരം ഉള്ള അമ്മ, ആമേൻ, ആത്മീകമായ അമ്മ. അവൾ ആത്മാവിലൊരു മകനെ പ്രസവിക്കും. ആത്മാവിൽ ജന്മം കൊള്ളുന്ന യേശുവിനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ തന്നിൽ ആശ്രയിക്കുന്ന, തന്നെ ആരാധിക്കുന്ന, തന്നെ അനുഗമിക്കുന്ന ജനത്തിന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ഹല്ലേലൂയ. ആമേൻ. അവൻ നമ്മുടെയൊക്കെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് യേശു. എന്നാൽ യഹോവ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ മുൻപിലേക്ക് പറയുന്നത് പോലെ രക്ഷകൻ എന്നാണ്. എന്നാൽ യേശു എന്ന പേരിന്റെ അർത്ഥം പാപപരിഹാരകൻ, മോചകൻ. യേശു, യഹോവ എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ. യേശു എന്ന വാക്കിന്റെ അർത്ഥം പാപപരിഹാരകൻ, പാപമോചകൻ. പാപത്തിൽ, ശാപത്തിൽ നിന്നും ആമേൻ അകൃത്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുവയ്ക്കുന്നവൻ. യേശുവിന്റെ വാക്കിന്റെ അർത്ഥം അവൻ. യേശു ആമേൻ പാപങ്ങളിൽ നിന്ന് മോചിക്കും, ആമേൻ പാപങ്ങളിൽ രക്ഷിക്കുന്നവനാകെ കൊണ്ട് അവൻ്റെ യേശു എന്ന് പേരിടണമെന്ന് പറയുവാൻ തീർന്നു. അങ്ങനെ യേശുവിൻ്റെ നാമത്തിലാണ് ആമേൻ ഹല്ലേലൂയ സ്നാനമേൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആദിമ നൂറ്റാണ്ടിൽ യേശുവിന് മുൻപ് വഴി കാണിക്കുവാൻ വന്ന, വഴി തെളിച്ചു വന്ന ഹല്ലേലൂയ യോഹന്നാൻ സ്നാപകൻ വെള്ളത്തിൽ സ്നാനമേൽപ്പിച്ചു, അനേകരെ ഏൽപ്പിച്ചു. അങ്ങനെ യോർദാൻ്റെ കരയിലുള്ള അക്കരെ ഇക്കരെയൊക്കെ ഉള്ള ഒരുപാട് പേര്, യെരുശലേമിലും യഹൂദയിലും ഒക്കെ ഉള്ള ഒത്തിരി പേര് വന്ന് യോഹന്നാൻ്റെ അരികിൽ വന്ന് സ്നാനമേറ്റ് കടന്നു പോകാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. എന്നാൽ മത്തായി സുവിശേഷം ഹല്ലേലൂയ 9-ാം അധ്യായം 1 മുതൽ 8 വരെ എന്ന് വായിച്ചാട്ടെ. അവിടെ പാപമോചകനാകുന്ന കർത്താവ് ആമേൻ ഒരുവന്റെ പാപത്തെ ആമേൻ മോചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മുടെ കർത്താവിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട് കേട്ടോ. കർത്താവിനെ ആരാധിക്കുന്നവർ പാപമോചനമുണ്ട്. പാപമോചനത്താൽ എന്തായാലും എന്ത് ലഭിക്കും? സകല വിടുതലുകളും സകല നന്മകളും നമുക്ക് സിദ്ധിക്കും. പാപമോചന നിമിത്തം, നമ്മളിലുള്ള പാപനിമിത്തമാണ് ക്ഷമിക്കപ്പെടാത്ത, നമ്മൾ പരിഹരിക്കപ്പെടാത്ത പാപങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കിടക്കുന്നത് കൊണ്ടാകുന്നു നമ്മൾ പൂർണ്ണ വിടുതലുകൾ പ്രാപിച്ച് നമ്മൾ മുന്നേറുവാൻ കഴിയാതിരിക്കുന്നത്. നമ്മുടെ പാപമാണ് നമ്മുടെ വിടുതലുകൾക്ക് തടസ്സമായി നിൽക്കുന്നത്. നമ്മൾ ഏറ്റുപറയുന്നില്ല, നമ്മൾ ലോകപ്രകാരം നടക്കുന്നു.
നമ്മൾ കഴിവതും നമ്മുടെ കർത്താവിനോടുകൂടെ നടക്കണം. നമ്മൾ ലോകത്തിൽ തന്നെയാണ് എങ്കിൽ തന്നെയും ആമേൻ നമ്മൾ ഈ ലോകം വിട്ട് നമ്മൾ ഒരു നാൾ കടന്നു പോകും, ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിൽ വെച്ച് തന്നെ നമ്മൾ പാപമോചനം പ്രാപിച്ചിരിക്കണം. ഈ ലോകത്തിൽ വെച്ച് നമ്മൾ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടിരിക്കണം. ആമേൻ. നന്മയായിരുന്നാലും നിത്യതയായിരുന്നാലും ഈ ലോകത്തിൽ വെച്ച് തന്നെ നമ്മൾ പണിയപ്പെട്ടിരിക്കണം. ദൈവം ആത്മാവാകുന്ന കർത്താവിനോടുകൂടെ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ഈ ആത്മാവിൽ ജനിച്ച്, ആത്മാവിൽ വളർന്ന്, ആത്മാവിൽ ആരാധിച്ച് ഈ പറയപ്പെടുന്ന എല്ലാ ആമേൻ ഘട്ടങ്ങൾ കടന്നു പോകണം. സ്നാനമെന്ന ഒരു ഘട്ടമുണ്ട്, പല ഘട്ടങ്ങളുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പായി നമ്മൾ കയറി മുൻപോട്ട് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മത്തായി സുവിശേഷം 9:1 മുതൽ ചില വചനങ്ങൾ വായിച്ചാട്ടെ. ആരെങ്കിലും കുഞ്ഞോള് വായിച്ച. അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവിടെ ചിലർ ഇടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ യേശുവിന്റെ അടുക്കൽ ആമേൻ. തുടർന്ന് വായിക്കണം. യേശു പടക് കയറി ഇക്കരെ വന്നപ്പോഴാകുന്നു ഒരു പക്ഷപാതക്കാരന്, വിടുതലിൽ ലഭിക്കാതെ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ ഒത്തിരി പേര് ആമേൻ വിശ്വാസത്തോടു കൂടി യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നു കേട്ടോ. യേശുവിൻ്റെ അരികിൽ കൊണ്ടുവന്നപ്പോൾ ആ പക്ഷപാതക്കാരനെ അവനോട് യേശു പറഞ്ഞു, മകനെ നിന്റെ പാപങ്ങൾ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മകളെ വായിച്ചാലും യേശു അവരുടെ വിശ്വാസം കണ്ട് നമ്മുടെ കർത്താവായ യേശു അവനിൽ വിശ്വസിക്കുന്നവന് ആയുസ്സും ആരോഗ്യ വർദ്ധിക്കും, വിടുതലുകളൊക്കെ വർദ്ധിക്കും, ജയമുണ്ടാകും, നന്മയുണ്ടാകും. ഒന്നിനും കുറവ് വരത്തില്ല. ആയുസ്സിന് ആരോഗ്യത്തിനും ഒന്നിനും കുറവ് വരത്തില്ല. ക്ഷീണവും ഉണ്ടായാലും ദൈവം വിടുവിച്ചു പിന്നെയും ധൈര്യപ്പെടുത്തും. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളുടെ നടുവിൽ ഞാൻ ഒത്തിരിയൊക്കെ ക്ഷീണിതരാണ് കേട്ടോ. എങ്കിലും എൻ്റെ കർത്താവ് ബലത്തോടെ നിർത്തിയിരിക്കുന്നു. നമ്മൾ ഒത്തിരിയൊക്കെ വാടിപ്പോയവരാണ്. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലും ആത്മീക ഭൗതിക ജീവിതത്തിൻ്റെ നടുവിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ എനിക്ക് മുൻപോട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾക്കെല്ലാം അറിഞ്ഞും അറിയാതെയുള്ള ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മുമ്പിലുണ്ട്. എല്ലാം ഞാൻ ആവോളം ശ്രമിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഉറങ്ങാനൊന്നും സമയം കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ കയറുവാനിടെ. ഉറക്കമൊക്കെ മനുഷ്യന് അത്യാവശ്യമാണ്. അത് ദൈവം ഒരുക്കിയിരിക്കുന്നതാണ്. നമ്മൾ ഉറക്കിയില്ലെങ്കിൽ പ്രശ്നമുണ്ട്. പൗലോസ് പറയുന്നു ഉറക്കളിപ്പ്. പൗലോസിൻ്റെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉറക്കളിപ്പ്, ഉറക്കമില്ലായ്മ, അതൊക്കെ വലിയ വിഷയങ്ങളാണ്. പലരും എന്നുകൂടി ചാനന്ദിച്ച് നന്നായിട്ട് ഉറങ്ങുമ്പോൾ നമുക്ക് ഉറങ്ങുവാൻ കഴിയത്തില്ല കേട്ടോ ദൈവങ്ങളെ. ഒത്തിരി കാര്യങ്ങളാണ്. ദൈവമക്കളുടെ സഭയുടെ കാര്യങ്ങൾ, ദൈവമക്കളുടെ കാര്യങ്ങൾ, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ ജീവിതമാർഗത്തിൻ്റെ കാര്യാദികൾ, നമ്മുടെ നാളത്തെ ഭാവി, ഒത്തിരി കാര്യങ്ങളാണ്. നമ്മൾ കടന്നുപോയ വിഷയങ്ങളുടെ ഒത്തിരിയാണ് കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ വരുമ്പോൾ സമയം തികയത്തില്ല. 12 മണിക്കൂർ 24 മണിക്കൂറുണ്ടെങ്കിൽ 24 12 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ്. നമ്മൾ എത്ര മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നുണ്ട്? 6 മണിക്കൂർ ഉറങ്ങാൻ പറ്റുമോ? 5 മണിക്കൂർ കിട്ടും, 4 മണിക്കൂർ കിട്ടുമോ? ചിലപ്പോൾ നമ്മുടെയൊക്കെ ഉറക്കമൊക്കെ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ഉറങ്ങുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്കിലും കർത്താവിൻ്റെ കൃപയാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കേട്ടോ. ദൈവം നിർത്തി കർത്താവിൻ്റെ കൃപയാലാണ് നിൽക്കുന്നത്. നമുക്കൊരു മോചനം എല്ലാത്തിലും ഉണ്ട്. ഹല്ലേലൂയ. മകളെ വായിച്ച ഭാഗം വായിച്ചാലും യേശു അവരുടെ വിശ്വാസം കണ്ട് നമ്മുടെ വിശ്വാസത്താണ് നമ്മൾ ഇതിനെയൊക്കെ അഭിമുഖീകരിച്ച് നിൽക്കുന്നത്. യേശു അവരുടെ പക്ഷപാതക്കാരനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു എന്ന് പറഞ്ഞു, പക്ഷപാതക്കാരനോട് മകനെ ധൈര്യമായിരിക്കാം, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവെന്ന് പക്ഷപാതക്കാരനോട് യേശു പറയണേ തീർന്നു. ആമേൻ. നമ്മളെല്ലാവരും ഇങ്ങനെ വായിച്ച ഭാഗത്തിലൂടെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളവരാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒത്തിരി പേരാണ് പക്ഷപാതക്കാരനെ കൊണ്ടുവരേണ്ടിയിരുന്നത്. കൊണ്ടുവന്നുവെങ്കിൽ പക്ഷപാതക്കാരന് ഒരു മനസ്സില്ലാതെ വിശ്വാസമില്ലാതെ ആരും കൊണ്ടുവന്നിരിക്കാൻ സാധ്യതയില്ല. പക്ഷപാതക്കാരൻ പറഞ്ഞിരിക്കാം, ആമേൻ, അല്ലയോ സ്നേഹിതന്മാരെ, സഹോദരന്മാരെ, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം, യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന്, യേശു എന്നെ സൗഖ്യമാക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്, നല്ല വിശ്വാസമാണ്. എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണം.
അങ്ങനെ സഹോദരന്മാരോ സ്നേഹിതന്മാരോ ആരൊക്കെയോ ചേർന്ന് അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ പക്ഷവാതനെ കൊണ്ടുവന്നപ്പോൾ അവരുടെ എല്ലാവരുടെയും വിശ്വാസം കണ്ടിട്ട് ഹല്ലേലൂയ, ആമേൻ ആമേൻ, എല്ലാവരും അങ്ങനെ വന്നിട്ട് ആമേൻ പക്ഷവാതനക്കാരനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. എല്ലാവരും ഐകകണ്ഠേന യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോയാൽ യേശു സൗഖ്യമാക്കാനുള്ള വിശ്വസിച്ച് കൊണ്ടുവന്നപ്പോൾ അവരെല്ലാവരെയും ഹൃദയങ്ങളെ ആരാധിക്കുന്ന ദൈവമാണ്. കർത്താവ് കണ്ടിട്ട് പറഞ്ഞ്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പാപനിമിത്തമാണ് അവർ പക്ഷപാതം പിടിച്ചത്. രോഗം വരുന്നത് എങ്ങനെയാണ്? പാപനിമിത്തം. പാപത്തെ എങ്ങനെയാണ് വരുന്നത്? പാപത്തെ പിശാച് കൊണ്ടുവരുന്നത് സംഭവമാണ്. മോഹം ദർപ്പം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം വീഴ്ത്തിട്ട് രോഗിയായി തീരുന്നു, മരണം വരുന്നു. ഇങ്ങനെ മരണം വരികയാണ്. അങ്ങനെ മനുഷ്യൻ മുഴുവൻ ഇങ്ങനെ പാപിയായി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് ആളില്ലാതെ തീരും. അതുകൊണ്ട് ഇതിൻ്റെ നടുവിൽ നിന്ന് കുറേ പേരെ കഴുകി ജലസ്നാനത്താൽ കഴുകി യേശുവിൻ്റെ പക്ഷക്കാരാക്കി തീർക്കണമെന്ന് ദൈവത്തിന് പദ്ധതി ഇരിക്കുകയാണ്. ഉള്ളത് കൊണ്ടാണ് ഈ സ്നാനമൊക്കെ വച്ച് ദൈവസഭ വീണ്ടും വേർതിരിക്കുന്നത് ദൈവക്കൾക്ക്. ഹല്ലേലൂയ. ദൈവത്തിന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽത്തരി പോലെ ആയിരുന്നാലും ഒരു ശേഷിപ്പ് മാത്രമേ രക്ഷിക്കപ്പെടത്തുള്ളൂ. അതിന്റെ സാരാംശം എന്ന് പറയുന്നത് ആമേൻ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി ഭൂതലത്തിൽ ഒത്തിരി പേരുണ്ട്. ജാതി, വർണ്ണ, ഭാഷ, ഗോത്രങ്ങളിൽപ്പെട്ടവർ, കുലങ്ങളിൽപ്പെട്ടവർ, വർണ്ണങ്ങളിൽപ്പെട്ടവർ, യഹൂദന്മാരെന്ന്, യവനന്മാരെന്ന്, വിശുദ്ധ വംശം, വിശുദ്ധ ജാതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. നമ്മൾ ഇനി ഭൂതലത്തിൽ എത്ര സേട്ടമേറിയ ബ്രാഹ്മണനെന്നോ ശൂദ്രനെന്നോ വൈശ്യനെന്നോ ജൈനെന്നോ അങ്ങ് വലിയ ഉന്നത കുലജാതനെന്നോ പറഞ്ഞാലും കർത്താവിൻ്റെ വിഷയമല്ല കേട്ടോ. കർത്താവിൻ്റെ സന്നിധിയിൽ മാനസാന്തരപ്പെട്ട സ്നാനമേറ്റാൽ അവൻ വിശുദ്ധൻ, വിശുദ്ധ കന്യക, വിശുദ്ധ മണവാട്ടി. അവൻ്റെ നിറമോ അവൻ്റെ ഭാവമോ ഒന്നുമല്ല കർത്താവ് നോക്കുന്നത്. വിശുദ്ധ കല്ലിയൊക്കെ ചേർക്കുവാൻ കർത്താവ് വരുന്നത്. ഇനി ഞാൻ യഹൂദനാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഉന്നത കുലജാതനെന്ന് പറഞ്ഞാലും അവിടെ എടുക്കത്തില്ല. നമ്മളൊക്കെ ഇവിടെ തീയിൽ കൂടെയാണ് നിൽക്കുന്നത്, അല്ലേ ദൈവമക്കളെ? തീയിൽ കൂടെ വിശ്വാസ കോട്ടയം ശോധന ചൂളയാകുന്ന ഈ ചൂളയിൽ കൂടെ അങ്ങോട്ട് കടന്നു പോയാൽ മാത്രമേ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റുള്ളൂ. തീ ചൂളയിൽ കൂടെ കടന്നു പോകാത്തവർക്കൊന്നും പറ്റത്തില്ല, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മകളെന്താ വായിച്ചാലും മകനെ ധൈര്യമായിരിക്ക. ആമേൻ. യേശു പറഞ്ഞു, മകനെ ധൈര്യമായിരിക്ക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു യേശു പറഞ്ഞു. അവന് പാപം താഴോട്ട് വായിക്കണ്ട, പാപമോചനം ലഭിച്ചു എന്ന് കാണാൻ കഴിയും. അവന് വിടുതൽ വരുവാനിടയിൽ തീർന്നു, അവൻ കുതിച്ചെഴുന്നേറ്റ് നടക്കുവാനിടയിൽ തീർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അവൻ നമുക്ക് വേഗത്തിൽ വിരാൻ കൊടുക്കാനുള്ളതുകൊണ്ട് തുടർന്നങ്ങോട്ട് വായിക്കേണ്ട മകളെ. പിന്നെ നമുക്ക് അടുത്തതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, ഇങ്ങനെയും പാപങ്ങളുടെ മോചനത്തിനായി യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റു. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ യേശു സ്നാനമേറ്റു, യേശു സ്നാനം കൊടുത്തു. അവൻ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൽ വിശ്വസിച്ച് കടന്നു വന്നതുകൊണ്ട് യേശു അവൻ്റെ പാപത്തെ മോചിപ്പിച്ചു. ആമേൻ. അവൻ്റെ രോഗത്തിന് സൗഖ്യമാണ്. ഹല്ലേലൂയ. പിന്നെ പറയുവാൻ ആഗ്രഹിക്കുന്ന റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 3-5 വായിക്കുമ്പോൾ അവിടെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിയിരിക്കുന്നു പറയുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ നമ്മുടെ ദൈവസഭ, അവൻ ദൈവമക്കളൊക്കെ നമ്മളൊക്കെ ക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടി സ്നാനമേറ്റവരാണ്. ക്രിസ്തുവിന് മുൻപിൽ യോഹന്നാൻ വന്ന സ്നാനം മാനസാന്തര സ്നാനം കൊടുത്തു. അത് ആമേൻ പാപമോചനത്തിനായിട്ടാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം. അവചനൊന്ന് വായിച്ചാലും റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെ വായിച്ചാലും മകളെ. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനോട്, ലോകരക്ഷിതാവാകുന്ന യേശു ക്രിസ്തു, പാപ പരിഹാരാകുന്ന, പാപമോചകനാകുന്ന, പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആ യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരാകുന്ന നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അവന്റെ മരണത്താൽ പങ്കാളിയാകുവാൻ. അതിന്റെ സാരാംശം എന്ന് പറയുന്നത്, യേശു ഈ ലോകത്തിൽ വന്ന് പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. 33 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ചു. അവൻ പാപികൾക്ക് വേണ്ടി ആമേൻ കാൽവരിയിലെ കുലത്തലത്തിൽ യാഗമായി. അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തു, പിന്നെയും ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തതിന് സദൃശ്യമായിട്ടാകുന്നു നമ്മുടെ പാപങ്ങളെ നമ്മളും യേശുവിനോടുകൂടി ചേരുവാൻ ആഗ്രഹിക്കുന്നവര് നമ്മുടെ പാപങ്ങളെ കുഴിച്ചിടുന്നതാകുന്നു. ജലത്തിലേക്ക് ചെന്ന് ആമേൻ യേശുവിൻ്റെ നാമം വിളിച്ച് ജലസ്നാനം
ത്തിൽ മുങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പഴയ പാവങ്ങളെല്ലാം ജലത്തിൽ കഴുകുകയാണ്. നമ്മളെ കുഴിച്ചിട്ട് പുതിയ മനുഷ്യനായിട്ട് പിന്നെ ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ നാമത്തിൽ പിന്നെ ജീവിക്കുകയാണ്. നമ്മളങ്ങനെ വന്നവരാണ്. അങ്ങനെ വിടുതൽ ഉയർത്തെഴുന്നേറ്റ് നമ്മൾ ജീവിക്കുന്നവരാണ്. അങ്ങനെ ലോകപ്രകാരം മനുഷ്യർ നിങ്ങൾ എങ്ങനെയാണ് പിന്നെ നിങ്ങൾ ആദ്യം മുതലേ ഇതുപോലെ ഇരിക്കുകയല്ലേ എന്ന് പലരും ചോദിക്കും. നിങ്ങൾ എങ്ങനെയാണ് പിന്നെ അങ്ങ് ഉയർത്തത്? അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് പോയി ഒരു വേറെ ദിശയിലേക്ക് അപ്പോൾ പോകും. അതുകൊണ്ട് അങ്ങോട്ട് പറയുന്നില്ല. എങ്ങനെയാണ് അങ്ങ് വചനം പറയുന്ന ഒരുത്തൻ വിതയ്ക്കുന്നത് ചത്തില്ലെങ്കിൽ, ഒരു വിത്ത് വിതച്ചാൽ വിത്ത് ചത്തതിന് ശേഷം പിന്നെയും ആ ഒരു ഗോതമ്പ് വിതയ്ക്കുന്നതിരിക്കട്ടെ, ഗോതമ്പ് വിതച്ചാൽ ഒരു മണിയാകുന്നു വിതയ്ക്കുന്നത്. അത് ഒരു വിത്ത് നശിച്ചു പോകുമ്പോൾ അത് പൊടിച്ച് വരുമ്പോൾ ഒരു വിത്ത് അതിൻ്റെ ശരീരം നശിച്ചു പോകും. പിന്നെ 1000 ഗോതമ്പ് അത് പിന്നെ പൊടിച്ചു വരുമ്പോൾ ഒരു ഗോതമ്പ്, പറഞ്ഞ സാരാംശം, ഒരു ഗോതമ്പ് നിലത്ത് വീണ് വേര് കൊടുത്ത് അത് മേളിലോട്ട് വളർന്ന് പിന്നെയും ഒരു കൊല ഗോതമ്പ് പുറപ്പെടുവിക്കും. അത് ആദ്യത്തെ ശരീരം നശിക്കുകയാണ്, രണ്ടാമത്തെ ശരീരം ഉയർക്കുകയാണ്. അത് പറയാനുള്ള സമയമില്ല, അതിനെക്കുറിച്ച് വിവരിക്കാനുള്ള സമയമല്ല. എന്നാൽ അതേപോലെയാകും നമ്മുടെ പാപ ശരീരത്തെ, പഴയ ശരീരത്തെ നമ്മൾ മണ്ണിൽ നിമഞ്ജനം ചെയ്ത്, ജലത്തിൽ നിമഞ്ജനം ചെയ്ത് സ്നാനമേൽപ്പിച്ച് ഉയർത്ത് നമ്മൾ ക്രിസ്തുവിനോടുകൂടി ജീവിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റവരാകുന്ന നാം. നമ്മളെ വായിച്ചാലും തുടർന്ന് വായിച്ചാലും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുതുക്കി കഴുകിയെടുത്തു. പഴയ പാത്രത്തെ നമ്മൾ, മലിനമായ പാത്രത്തെ വീണ്ടും കഴുകി വട്ടമേശയിൽ ഭക്ഷണത്തിന് വയ്ക്കുന്നത് പോലെ നമ്മൾ വച്ചിരിക്കുകയാണ്. ഈ മേശയിൽ വച്ചിരിക്കുകയാണ്. നമ്മൾ പഴയ പാപിയായ പാത്രമായിരുന്നു, ഇപ്പോൾ പാപമോചനം പ്രാപിച്ചാണ് ഈ സഭയ്ക്കകത്ത് നിൽക്കുന്നത്. ജീവന്റെ പുതുക്കത്തിൽ വിശുദ്ധ കന്യകയായി. യഹോവ ദൈവം വിശുദ്ധ ജാതിയുമാം അവൻ്റെ അവകാശമാം പരദേശിക ഭാഗ്യശാലികൾ. ഇതുപോലൊരു ജാതി ഉണ്ടോ? വിശുദ്ധ ജാതിയാണ് നമ്മൾ, വിശുദ്ധ വംശമാണ്. ഹല്ലേലൂയ. ഒന്ന് കരമൂർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. വേഗത്തിൽ 1-2 വചനം കൊണ്ട് വായിച്ച് വേഗത്തിൽ വിരാ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ തുടർന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിന് പങ്കാളിയാകുവാൻ. കൊലോസ്യർക്ക് എഴുതിയ 2-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 12, 13, 14 വചനം. കൊലോസ്യർ അവിടെ ക്രിസ്തുവിൻ്റെ മരണത്തിന് പങ്കാളിയാകുവാൻ നാം സ്നാനമേറ്റിരിക്കുന്നു. കൊലോസ്യർ 2:12 മുതൽ 12, 13, 14 വേഗത്തിൽ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവസഭയെ വേഗത്തിൽ ഞാൻ പറഞ്ഞയക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പ്രൈസുള്ളതോ? സ്നാനത്തിന് നിങ്ങൾ അവനോടുകൂടെ അകപ്പെടുകയും യേശു നമുക്ക് വേണ്ടി അടക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അതോ അതിനു വേണ്ടിയാകുന്നു നമ്മൾ, അതിന് രൂപസാദൃശ്യമായിട്ടാകുന്നു നമ്മൾ അവനോടുകൂടെ ജലസ്നാനത്താൽ നമ്മൾ മരിച്ചടക്കപ്പെട്ട് പിന്നെ ഉയർത്തങ്ങ് ജീവിക്കുന്നത്. പിന്നെ നീതിക്കായിട്ട് വായിച്ചാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. മതി, നമ്മൾ ഉയർത്തി ജീവിക്കുന്ന, നമ്മൾ ദൈവമക്കളെ ഉയർത്തി ജീവിക്കുന്ന മക്കളാണെന്ന് വിശ്വസിക്കുന്നവരൊന്ന് വിശ്വാസമുണ്ടോ? ഒന്ന് കരം ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മൾ ഉയർത്ത് ജീവിക്കുന്ന ദൈവമക്കളാണെന്ന്, നമ്മൾ ഉയർത്തവരാണ്. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് ഉയർത്തി ജീവിക്കുന്നവരാണ്. ഇനി നമ്മുടെ മേൽ പാപം വാഴുന്നില്ല. പാപമൊക്കെ നമ്മൾ കുഴിച്ചിട്ടു, ജലസ്നാനത്താൽ കുഴിച്ചിട്ട് അതൊക്കെ അങ്ങ് ഒഴുക്കി കൊണ്ടുപോയി. ആമേൻ. നമ്മൾ ഏത് നദിയിലാണ് സ്നാനമേറ്റ് നമ്മുടെ പാപക്കറകളെയൊക്കെ കഴുകിയും കടലിൽ കൊണ്ടിട്ട് അതൊക്കെ നശിപ്പിച്ച്, കടലിൽ ഉപ്പുവെള്ളമാണ്, ഉപ്പുവെള്ളം നശിപ്പിച്ചതല്ല, ആണുക്കളയല്ല, ജഡാർത്ഥം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പാപങ്ങളെയൊക്കെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും. അങ്ങനെയൊന്നും ഞാൻ അങ്ങ് പോകുന്നില്ല. വേഗത്തിൽ ദൈവസഭയ്ക്ക് ഒരു വിരാമം ആവശ്യമുണ്ടല്ലോ. പിന്നെ നമുക്കൊരു വചനം കൂടി വായിച്ച് അങ്ങ് വിരാമം കൊടുക്കാനായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ഓർത്ത്, ദൈവത്തെ മക്കളെ ഓർത്ത്, ദൈവത്തെ സഭയോട് അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, സഭയോട് ചേരുവാൻ സ്നാനം. നമ്മൾക്ക് സഭയോട് ചേർന്നവരാണല്ലേ. ഈ സഭയെ ചേർക്കാൻ കർത്താവ് വരും. കർത്താവിൻ്റെ കാന്തയെ,
ദൈവസഭയെ ചേർക്കുവാൻ കാന്തൻ വരും. കാന്തൻ്റെ വരവ് ആസന്നമായി. മകളെ ഒരു വചനം കൂടി വായിച്ചാൽ വേഗത്തിൽ വരാൻ കൊടുക്കാം. ആമേൻ. പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 41 വായിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? സ്വതം. ആമേൻ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഓർത്ത്, ആമേൻ, നിങ്ങളുടെ ആരാധനയെ ഓർത്ത്, നിങ്ങളുടെ വിശ്വാസത്തെ ഓർത്ത്, നിങ്ങളുടെ പാപമോചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2:41. വായിച്ചാലും അവന്റെ വാക്ക് കൈക്കൊണ്ടവർ, അവന്റെ വാക്കുകൾ, അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ കൈക്കൊണ്ടവർ. കൈക്കൊള്ളണം. നമ്മളെല്ലാവരും സ്നാനമേൽക്കാത്തവര് സ്നാനമേൽക്കുവാനായി അവന്റെ വാക്കുകൾ കൈക്കൊള്ളണം. ഈ വാക്കുകൾ കൈക്കൊള്ളണം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ. ദൈവവചനം ദൈവശബ്ദമാണ്. നമ്മൾ പാട്ട് പാടുന്നില്ലേ? കർത്താവേ, നിന്റെ ഒരു വാക്ക് മതി എനിക്ക് വിടുതൽ പ്രാപിക്കാൻ, എനിക്ക് സൗഖ്യം വരുവാൻ. ശതാധിപനോട് പറഞ്ഞു, ശതാധിപൻ പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ യോഗ്യനല്ല. ഞാൻ യോഗ്യനല്ല, നീ യോഗ്യനല്ലെന്നല്ല, ഞാൻ യോഗ്യനല്ല. ഞാൻ, ആമേൻ, നിന്നെ പോലെ അധികാരമുള്ള മനുഷ്യനൊക്കെ തന്നെയുണ്ട്, എനിക്ക് ഒരുപാട് പടയാളികളൊക്കെ ഉണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നീ വരുവാൻ, പാപമോചകനും പാപപരിഹാരകനും രോഗസൗഖ്യമൊക്കെ നൽകുന്നവൻ വരുവാൻ, നീ ഞങ്ങളുടെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് നീ ഒരു വാക്ക് മാത്രം കേൾപ്പിച്ചാൽ മതി. അതേപോലെ ഇവിടെ പൗലോസ് യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അവൻ്റെ വാക്കുകൾ കൈക്കൊണ്ടവർ സ്നാനമേറ്റു. യേശുവിനോട് ചേരുവാനിടയിൽ തീർന്നു, സഭയോട് ചേരുവാനിടയിൽ തീർന്നു. വായിച്ചാലും മകളെ, അന്ന് 3000-ഓളം പേർ, അന്ന് 3000 പേര് സ്നാനമേറ്റു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ എത്ര പേര് സ്നാനമേൽക്കും ദൈവമക്കളെ? ഈ വചനങ്ങൾ കേട്ട് എത്ര പേര് സ്നാനമേൽക്കും? എത്ര ഏൽപ്പിച്ചു കൊടുക്കും? ഇതാ കർത്താവേ, ഇതാ നിന്റെ ദാസി, നിന്റെ മകൻ, നിന്റെ മകൾ, നിന്റെ അവകാശി, നിന്റെ കന്യക, നിന്റെ കാന്ത എന്ന് എത്ര പേർ പറയുവാൻ കഴിയും? എല്ലാ നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് മഹത്വം. ഇന്ന് ഒത്തിരി പേര് മറുതലിച്ച് പുറത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ അങ്ങ് പയ്യാ മതി എന്ന് പറഞ്ഞുകൊണ്ട്, അനേക നാമധേയ സഭകളിൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാലും മതിയെന്ന് പറഞ്ഞുകൊണ്ട് അനേക ദുരുപദേശത്താൽ തെറ്റിച്ച് നടത്തുന്ന കൂട്ടങ്ങളുടെ നടുവിലാണ് ലോകം നിൽക്കുന്നത്. ആരുടെ നടുവിലല്ല നമ്മൾ നിൽക്കുന്നത്? ദൈവിക ശരിയായ ഉപദേശത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ നടുവിൽ ഒരു ദൈവിക ഉപദേശമുണ്ട്. സ്നാനമേൽക്കുക. ചിലരൊക്കെ ചോദിക്കുക, സ്നാനമേറ്റാൽ നീ അങ്ങ് പിന്നെ അങ്ങ് സ്വർഗത്തിൽ കയറി അങ്ങ് പോകുമോ എന്ന് ചോദിക്കും. സ്നാനത്തെ ഒരു മുൻകുറി, നീതീകരണത്തിനൊരു മുൻകുറി. യേശു പോലും സ്നാനമേൽക്കുവാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി, നമ്മുടെ പാപത്തെ വഹിക്കുവാൻ വേണ്ടി അവൻ യേശു നമുക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തന്നു. യേശു യോഹന്നാന്റെ അടുത്ത് സ്നാനമേൽക്കുവാൻ വന്നപ്പോൾ യോഹന്നാൻ വിലക്കി, നിനക്ക് സ്നാനം തരാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകുന്നത് എല്ലാവർക്കും ഉചിതമെന്ന് പറഞ്ഞു. അങ്ങനെ യേശു സ്നാനമേറ്റു കഴിഞ്ഞപ്പോൾ അവൻ കരയെ കരവും പ്രാവ് പരിശുദ്ധാത്മാവ് പോലെ ഇറങ്ങി വന്നു. ഇവൻ എൻ്റെ പുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവും കൂടെ ഉണ്ടായി. ഈ ശബ്ദം ശബ്ദമായി തീരട്ടെപ്പാ. എല്ലാവരുടെ ഹൃദയങ്ങളിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കാൻ. നമ്മൾ കർത്താവിനുള്ളവർ, നമുക്കുള്ളവർ, നമ്മൾ ലോകപ്രകാരമുള്ളവരല്ല, ലോകത്തിനുള്ളവരല്ല, നമ്മളൊക്കെ കർത്താവിനുള്ളവർ. അന്ന് 3000 പേര് പൗലോസ് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ പൗലോസ് പറഞ്ഞ ദൈവവചനം കേട്ടിട്ട് 3000 പേര് സ്നാനമേറ്റു. നമുക്ക് ഇന്ന് എത്ര പേര് സ്നാനമേൽക്കാനുണ്ട്? ഒന്ന് കൈ പൊക്കിയാട്ടെ. ഇന്ന് സ്നാനമേൽക്കാൻ തീരുമാനം എടുത്തിരിക്കുന്ന ദൈവമക്കളൊന്ന് കര ഉയർത്തിയാട്ടെ. ഒത്തിരി പേരുണ്ടല്ലേ? ഒത്തിരി പേരുണ്ട്. നമ്മുടെ സഭയ്ക്കകത്ത് ഒത്തിരി പേരുണ്ട് സ്നാനമേൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കാം, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകൽക്കാലത്തിൽ വിരാമത്തിലേക്ക് കടന്നു ചെല്ലാം. സ്നാനമേറ്റവർ, സ്നാനമേൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ. ഹല്ലേലൂയ. സന്ധാരവാദിയാദരാദരാജനാദിയാദര. ഹല്ലേലൂയ. മനസ്യാദരാദിയാദാദാദ. ജൂഠാലവാദിയാദരാജനാദിയാദര. ഓറിയാലഭാഷന്തരാദരാദ. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചുവല്ലോ അപ്പ, അങ്ങ് ഞങ്ങളോട് ഇടപെട്ടുവല്ലോ അപ്പ, അങ്ങ് ഞങ്ങളോട് ഇടപെട്ടുള്ളൂ അപ്പ. പകൽക്കാലത്ത് എല്ലാ മക്കളെ അനുഗ്രഹിച്ചാലും യേശുവേ
ഈ ശബ്ദം കേട്ട മുഴുവൻ പേരെയും ഇങ്ങനെ അനുഗ്രഹിച്ചാലും വിടുവിച്ചാലും എല്ലാവരുടെ ജീവിതത്തിൽ പാപമോചനം നൽകിയാലും പാപത്തിന് പരിഹാരം നൽകിയാലും ശാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് എല്ലാവരെയും വിട്ടുവീച്ചാലും അപ്പാ കർത്താവ് ലോകത്തിൽ അവതരിച്ചിട്ട് അനേക രോഗികളെ സൗഖ്യമാക്കി. യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ ഒത്തിരി പേര് യേശു സൗഖ്യമാക്കി. ഒത്തിരി വ്യതകളിൽ വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, കൂമർ, ചെകിടർ, ഒത്തിരി പേര് യേശു സൗഖ്യമാക്കി. ഇന്ന് പകൽക്കാലം ആരെങ്കിലും വിടുതലിന് ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്, കർത്താവേ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കണ്ണുനീര് കണ്ട് കറിയടന്ന് പോകുന്ന കർത്താവല്ല, അങ്ങ് ഞങ്ങൾക്ക് പരിഹാരം വരുത്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പ യേശുവേ ഇന്ന് പകൽക്കാലത്ത് എല്ലാവരും അനുഗ്രഹിച്ചാലും അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി ആരുടെ മുകളിൽ ലജ്ജിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ച ഹോവ കേട്ടു. ഇന്ന് പകൽക്കാലത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ യാചന കേൾക്കുന്നൊരു പകൽക്കാലമായി തീർന്നിരിക്കുന്നത് നന്ദി പറയുന്നു. ഒപ്പ മുഴുവൻ പേരെ ഏൽപ്പിച്ചു തരികയാണ് യേശുവേ. നിങ്ങളുടെ പാതാര വൃന്ദങ്ങളിൽ തൻ്റെ മക്കളെ കഴുകി ശുദ്ധീകരിച്ച് നിർമ്മല കന്യയാക്കി തീർത്താലും അപ്പ ഈ ലോകത്തെ ചെയ്യിപ്പാൻ, ഈ ലോകത്തെ മലിനതകളെ, ലോകത്തിൻ്റെ പാപ സ്വഭാവങ്ങളെ, പാപപങ്കിലമാകുന്ന ലോകത്തിൽ നിന്നൊരു വിടുതൽ പ്രാപിച്ച് ജീവിപ്പാൻ സാത്താൻ വ്യാപരിക്കുന്ന തിന്മയുടെ വ്യാപാരങ്ങളെ വർജിച്ച് ജീവിപ്പാൻ തൻ്റെ മക്കളെ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം കർത്താവിൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ നമുക്ക് കൃപ ലഭിച്ചുവല്ലോ. നന്ദി പറയാം. എല്ലാവരെയും ഏൽപ്പിച്ച് കർത്താവേ. തുടർന്ന് കർത്താവേ സന്ദേശം അനേക സഹോദരന്മാർ കേൾക്കുവാൻ ഹല്ലേലൂയ സോഷ്യൽ മീഡിയയിലൂടെ തുടർന്ന് പലരും സ്നേഹിതന്മാരും പല സഹോദരന്മാരും പിന്നെയും കേൾക്കുമ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ ഒരു ഉദ്ധാരണം ഉണ്ടാകട്ടെ അപ്പ. ഉണ്ടാകാത്ത ഇടത്ത് ഉണ്ടാകട്ടെ. ഒരു പരിവർത്തനം ഉണ്ടാകട്ടെ, ഒരു വ്യതിയാനം.